നമസ്കാരം. കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വിജയവീതി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞങ്ങൾ ഇന്ന് ട്രിവാൻഡ്രം ജില്ലയിലാണ്. ഇവിടെ ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ട് സ്വന്തം കർമ്മമണ്ഡലത്തെ പവിത്രത്തോടെയും പരിശുദ്ധമാക്കിയ വിജയത്തിലേക്ക് എത്തിച്ച ഡോക്ടർ ശാന്തമ്മ മാത്യു ഇന്ന് ഞങ്ങളുടെ അതിഥിയാണ്. ക്രെഡൻസ് ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഒട്ടനവധി പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്. അതിലുപരി OB ഗൈനിക്, IVF, ഇൻഫെർട്ടിലിറ്റി എന്നിവരെല്ലാം വളരെ ഒന്നാമത് നിൽക്കുന്ന ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ ഈ ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത്. ഈ ഹോസ്പിറ്റൽ, ക്രെഡൻസ് ഹോസ്പിറ്റൽ, ഒരു ജീവിത സാഫല്യം, ഒരു ജന്മം നമ്മൾക്ക് നൽകാൻ കഴിയുന്ന ഒരു സാഫല്യത്തിൻ്റെ ഉത്തമ ഉദാഹരണം. ഇങ്ങനെ ഒരു കൺസെപ്റ്റ്, ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക്, ക്രെഡൻസ് ഹോസ്പിറ്റൽ ഇത് തുടങ്ങിയതെന്ന്. ഞാൻ മെഡിക്കൽ കോളേജിൽ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം അന്ന് തന്നെ ജനങ്ങൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്തു. അതായത് നമുക്കെന്തോ ഒരു ദൈവാധീനം, ഒരു കൈപ്പുണ്യം എന്ന് പറയുമല്ലോ. അപ്പോൾ എല്ലാവരും സ്പെഷ്യലൈസ് ചെയ്താലും ചിലർക്കൊരു കൂടുതൽ ഗിഫ്റ്റ് ദൈവം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അന്ന് തൊട്ടേ നമ്മൾ സർജറി ചെയ്യുമ്പോഴും എല്ലാം വളരെ നല്ലതായിട്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. സ്റ്റുഡൻസൊക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ്സൊക്കെ സർജറി കാണാനായിട്ട് വന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു സർജിക്കൽ കൈപ്പുണ്യം അന്നേ ദൈവം തന്നെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്, അന്നും ഒരുപാട് രോഗികൾ മെഡിക്കൽ കോളേജിൽ വരും. അപ്പം നമ്മൾ മരുന്നുകളൊക്കെ കൊടുക്കുന്നതൊക്കെ അങ്ങ് ഫലവത്താവും. ഇപ്പോൾ 8-10 കൊല്ലം ഗർഭിണിയാകാതിരുന്നവർ വന്ന് നമ്മൾ കുറച്ച് മരുന്ന് കൊടുക്കുമ്പോൾ അവരങ്ങ് ഗർഭിണിയാകുന്നു. അപ്പോൾ അവർ പോയി 10 പേരോട് പറയും. അങ്ങനെ നമുക്കൊരു പേര് വന്നു. അപ്പോൾ എനിക്ക് തന്നെ തോന്നി, അപ്പോൾ ഇൻഫെർട്ടിലിറ്റി കൊള്ളാം. അപ്പോൾ അന്ന് നമ്മൾ MD അല്ലേ ഉള്ളൂ. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലൈസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സിംഗപ്പൂരിൽ പോയി ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലൈസ്, IVF ഒക്കെ പഠിച്ചു. അതുപോലെ കീ ഹോൾ സർജറിക്ക് കൊള്ളാമെന്ന് പറഞ്ഞപ്പം സാധാരണ സർജറിയെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണ് ലാപ്രോസ്കോപ്പിക് സർജറി. അപ്പോൾ അതിന് പ്രാബല്യത്തിൽ വന്നത് ഒരു 2007 കൂടിയാണ് ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ പുറത്ത് പോയി. അതെവിടെയായിരുന്നു മാഡം? അത് പിന്നെ കാനഡയിലും സ്റ്റേറ്റ്സിലും ഒക്കെ പോയി അതിൻ്റെ പഠിച്ചു. അങ്ങനെ അതും കൂടെ പഠിച്ചു. അപ്പോൾ അതിന് നമുക്കൊരു സപ്പോർട്ടിങ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡും നിന്നു. എല്ലാം പിന്നെയും മക്കളായി, എല്ലാ കുടുംബമായി ഇവിടെ നിന്നു എന്ന് പറയാതെ പോയി. അതെല്ലാം കഴിവുണ്ടല്ലോ പഠിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ പഠിച്ചു. അപ്പം റിട്ടയർ ചെയ്യുമ്പോഴത്തേക്ക് ആ കഴിവുകൾ ഇല്ലാതാക്കണ്ട എന്ന് കരുതി ഒരു ഹോസ്പിറ്റൽ തുടങ്ങാമെന്നുള്ള
തുടങ്ങി. ഇന്ന് ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് കാരണം ഇതിന് മൊത്തം IVF ഇൻഫെർട്ടിലിറ്റി കൂടാതെ OB ഗൈനിക്കിലും കൂടെ ഒരു ഹോസ്പിറ്റൽ അത് ഒരു ഒന്നാമതാക്കി മാറ്റാൻ ആ എഫേർട്ടാണ് അറിയേണ്ടത്. ആ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ആ പ്രൊഫഷനോടുള്ള സ്നേഹം, പ്രൊഫഷൻ നമ്മൾ ഇഷ്ടപ്പെടുന്നതായിരിക്കണം. അപ്പം നമ്മൾ ബാക്കി എല്ലാം മറക്കുക, ആ പ്രൊഫഷൻ നമ്മളങ്ങ് ഡിവോട്ട് ചെയ്യും. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണം എന്ന് നമുക്ക് തന്നെ തോന്നണം. അതായത് നമ്മളൊരു എന്തെങ്കിലും ചെയ്ത് കുറച്ച് പൈസ വാങ്ങിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ജനങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കൊടുക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പം നമ്മൾ വലിയ വൈഡായിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ആക്കിയാൽ ഒരു പക്ഷേ നമുക്ക് എല്ലാം കൂടെ നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തില്ല. അപ്പോൾ ഒബ്സ്റ്ററ്റിക്സ് ഗൈനക്കോളജി, അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും നല്ലൊരു ന്യൂനറ്റോളജി യൂണിറ്റ് വേണം. അല്ലാതെ നമ്മളൊരു ഒബ്സ്റ്ററ്റിക്സ് തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പം അതുപോലെ അതിനെ നമ്മളങ്ങ് ഡെവലപ്പ് ചെയ്തെടുത്തു. ഇപ്പോൾ ലാപ്രോസ്കോപ്പി സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് തിയേറ്ററും ഏറ്റവും ബെസ്റ്റായിട്ട്, അതായത് എക്യുപ്മെന്റ്സ് സജ്ജീകരണങ്ങൾ ഇല്ലാതെ നമുക്ക് എല്ലാ സർജറിയും ചെയ്യാനൊക്കത്തില്ല. അപ്പൊ ചില ഡയഗ്നോസ്റ്റിക് ഒക്കെ ചെയ്യാം, അപ്പൊ അതിന് തക്ക സജ്ജീകരണങ്ങളും മതി. ഇതിപ്പോ എല്ലാ സർജറിയും ചെയ്യണമെങ്കിൽ അതിന് തക്ക സജ്ജീകരണങ്ങളും എക്യുപ്മെന്റും അതിന്റെ എക്സ്പെർട്ടൈസ് വേണം. തീർച്ചയായും അതിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തവർക്ക് ഒരു വലിയ യൂട്രസ് എടുത്ത് മാറ്റാനും അല്ലെങ്കിൽ മുഴയെടുത്ത് മാറ്റിയിട്ട് സ്റ്റിച്ച് ഇടാനും ഒക്കെ എല്ലാവർക്കും അതിനുള്ള വൈദഗ്ധ്യം കാണില്ല. അപ്പൊ അങ്ങനെ അത് നമ്മൾ അതിന്റെ ബെസ്റ്റ് ആക്കി. അതുപോലെ ഇൻഫെർട്ടിലിറ്റി തുടങ്ങിയപ്പോഴും നമ്മൾ ഒരുപാട് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഉണ്ട്.